കോഴിക്കോട് കൊയിലാണ്ടിയിൽ കോളേജ് വിദ്യാർത്ഥിനിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കോയിൽക്കാവ് സ്വദേശിനി ശ്രീനന്ദയാണ് മരിച്ചത്. കൊയിലാണ്ടി ശ്രീനാരായണ ഗുരുദേവ കോളേജിലെ അവസാന വർഷ സൈക്കോളജി ബിരുദ വിദ്യാർത്ഥിനിയാണ്. ശ്രീനന്ദയുടെ നെറ്റിയിലും താടിയിലും മുറിവുള്ളത് ദുരൂഹത ഉയർത്തുന്നുണ്ട്. കൊയിലാണ്ടി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, കോളേജ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യ, പല ദുരൂഹതയും ഉണ്ട്, പല സംശയങ്ങളുമുണ്ട്. പോലീസ് എന്താണ് പറയുന്നത്? ടോം, 21 വയസ്സുള്ള ശ്രീനാരായണ കോളേജിലെ അവസാന വർഷ സൈക്കോളജി വിദ്യാർത്ഥിനിയായ ശ്രീനന്ദയെ ചൊവ്വാഴ്ച വൈകിട്ടാണ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പതിവ് പോലെ തന്നെ ചൊവ്വാഴ്ച കോളേജിൽ ശ്രീനന്ദ പോയിരുന്നു. അതിനുശേഷം വീട്ടിൽ വൈകുന്നേരത്തോടുകൂടി എത്തി, 5:00 വീട്ടിൽ എത്തി. ഇതിനുശേഷം സമീപത്തുള്ള ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയായിരുന്നു. ആ ഉത്സവത്തിൻ്റെ എഴുന്നള്ളത്ത് കാണാനായി മാതാപിതാക്കൾ ക്ഷേത്രത്തിലേക്ക് പോകാൻ നേരം ഈ ശ്രീനന്ദയെ കൂടി പോകാൻ വിളിച്ചിരുന്നു. പക്ഷേ പോകുന്നില്ല എന്ന് പറഞ്ഞ് ശ്രീനന്ദ തനിച്ചായിരുന്നു ആ സമയം വീട്ടിലുണ്ടായിരുന്നത്. ഈ മാതാപിതാക്കൾ ഉത്സവം കണ്ട് മടങ്ങിയെത്തിയ ശേഷം തിരിച്ചു വന്നപ്പോൾ വീട് അടച്ചിട്ടിരിക്കുന്ന നിലയിലാണ് കണ്ടെത്തിയത്. ഇതേ തുടർന്ന് ഒരുപാട് തവണ മുട്ടി വിളിച്ചെങ്കിലും തുറന്നില്ല. തുടർന്ന് വീടിൻ്റെ സമീപത്തുള്ള ജനലിൽ കൂടി മുറിക്കുള്ളിലേക്ക് നോക്കിയപ്പോഴാണ് അകത്ത് തൂങ്ങി മരിച്ച നിലയിൽ ഇവരെ കണ്ടെത്തിയത്. പിന്നീട് അയൽവാസികളൊപ്പം ചേർന്ന് വാതിൽ തകർത്താണ് അകത്ത് പ്രവേശിപ്പിച്ച് ശ്രീനന്ദയെ താഴെ ഇറക്കിയത്. പിന്നീട് ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ശ്രീനന്ദയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പുരോഗമിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് മൃതദേഹം കൈമാറും. എന്തായാലും ശ്രീനന്ദയുടെ നെറ്റിയിലും താടിയിലും ഒരു മുറിപ്പാട് പ്രത്യക്ഷമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു മുറിപ്പാട് കണ്ടതുകൊണ്ട് തന്നെ അസ്വാഭാവികമായ ചില കാര്യങ്ങൾ, സംശയങ്ങൾ ഉയർത്തുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഇപ്പോഴും പോലീസ് കൃത്യമായി ഒരു മറ്റെന്തെങ്കിലും ശ്രമം അല്ലെങ്കിൽ മറ്റ് അപായപ്പെടുത്താൻ ശ്രമിച്ചതാണോ എന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോഴും വ്യക്തമായി പറയുന്നില്ല. എന്തായാലും ഇക്കാര്യങ്ങളെക്കുറിച്ചൊരു വ്യക്തത പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ. കുടുംബത്തിന് അല്ലെങ്കിൽ നാട്ടുകാർക്ക് എന്തെങ്കിലും സംശയമുണ്ടോ ഈ ശ്രീനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട്? അങ്ങനെ ഒരു മുറിപ്പാടുകൾ മുഖത്തുൾപ്പെടെ ഉണ്ട്, താടിയിലുണ്ട്. ഒരു അപായപ്പെടുത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ? അവർ അത്തരമൊരു പരാതി ഉന്നയിക്കുന്നുണ്ടോ? നിലവിൽ അങ്ങനെ ഒരു പരാതി പ്രത്യേകിച്ച് അവർ ഉന്നയിച്ചിട്ടില്ല. പോലീസിൻ്റെ ഒരു പ്രാഥമിക അന്വേഷണം പുരോഗമിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്താണ് വരുന്നത് എന്നത് അനുസരിച്ചായിരിക്കും മുന്നോട്ട് കാര്യങ്ങൾ നീങ്ങുക. എന്തായാലും പോലീസ് നിലവിൽ തന്നെ ഇക്കാര്യത്തിൽ ചില സംശയങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ചില സാഹചര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ അന്വേഷിക്കുന്നുണ്ട്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ലഭിക്കൂ എന്നാണ് പോലീസ് പറയുന്നത്. അന്നും പതിവ് പോലെ കോളേജിൽ പോയ ഒരു കുട്ടി തിരിച്ച് വീട്ടിൽ വരുന്നു, വീട്ടുകാരുമായി ഒക്കെ ഇടപഴകുന്നു. അതിനുശേഷം ഈ ക്ഷേത്രത്തിലേക്ക് ഈ മാതാപിതാക്കൾ പോയ സമയത്ത് എന്തായിരിക്കാം നടന്നത് എന്നത് സംബന്ധിച്ചുള്ള ഒരു സംശയം, അല്ലെങ്കിൽ പെട്ടെന്ന് എന്താണ് ഈ ആത്മഹത്യക്ക് ഈ കുട്ടിയെ പ്രേരിപ്പിച്ചതെന്നതാണ് ഈ അന്വേഷണ വിഷയമായി അല്ലെങ്കിൽ ഇപ്പോൾ പ്രധാനമായി നിൽക്കുന്നത്. നിലവിലെ സാഹചര്യ തെളിവുകൾ പരിശോധിക്കുമ്പോൾ തൂങ്ങിയുള്ള മരണമാവാം അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തതാവാം എന്ന ഒരു പ്രാഥമിക നിഗമനം തന്നെയാണ്. മറിച്ചുള്ള തെളിവുകൾ ഈ ഘട്ടത്തിൽ ലഭിച്ചിട്ടില്ല. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരുപക്ഷെ കൂടുതൽ തെളിവുകൾ ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുകയും കൂട്ടുകാരോടും അല്ലെങ്കിൽ കോളേജിലൊക്കെ എന്ത് സംഭവിച്ചു എന്നത് സംബന്ധിച്ച വിവരങ്ങൾ ആരായുക, അല്ലെങ്കിൽ ആത്മഹത്യാക്കുറിപ്പ് പോലെ എന്തെങ്കിലും കുറിപ്പുകൾ കണ്ടെടുക്കുക, അത്തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുമ്പോഴാവും കുറച്ചുകൂടെ വ്യക്തത ലഭിക്കുക. എന്തായാലും പോലീസ് അല്പസമയത്തിനുള്ളിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവും. അതിനുശേഷം കുറച്ചുകൂടി ഒരു വ്യക്തത ഇക്കാര്യത്തിൽ കൈവരും കേട്ടോ. വ്യക്തമാണ്. MS അനീഷ് കുമാറാണ്. അനീഷ്, ഒരു ചെറിയ സംശയം കൂടി ഉള്ളത്, ഒരു ആത്മഹത്യയാണെങ്കിൽ സ്വാഭാവികമായൊരു ആത്മഹത്യ കുറിപ്പോ അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അക്കാര്യങ്ങളെക്കുറിച്ച് ബന്ധുക്കളോടോ സുഹൃത്തുക്കളോടോ ഈ പെൺകുട്ടി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, തനിക്ക് വിഷമങ്ങൾ ഉണ്ടായിരുന്നത് പങ്കുവയ്ക്കാനുള്ള സാധ്യതയുണ്ടല്ലോ. ഇവിടെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? ഈ ശ്രീനന്ദയ്ക്ക് ഏതെങ്കിലും രീതിയിലുള്ള മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നോ? സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ പങ്കുവച്ചിരുന്നോ?
അത്തരത്തിൽ കാര്യങ്ങൾ ഒരു വ്യക്തമല്ല എന്നാണ് പോലീസ് പറയുന്നത്. ഇക്കാര്യങ്ങൾ പരിശോധിച്ച് വരികയാണ്. ആത്മഹത്യാക്കുറിപ്പടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങളും പോലീസ് ഇതുവരെ പങ്കുവച്ചിട്ടില്ല. ഒപ്പം ഈ സഹപാഠികളുടെ അടക്കം മൊഴി രേഖപ്പെടുത്തും. മാതാപിതാക്കളുടെ മൊഴി, അയൽവാസികളുടെ മൊഴിയൊക്കെ പോലീസ് പ്രാഥമികമായി തന്നെ രേഖപ്പെടുത്തും. ഇതിനുശേഷമാവും എന്താണ് ഈ കുട്ടി മരിക്കാൻ ഇടയായ ഒരു സാഹചര്യം എന്നതിനെക്കുറിച്ചൊരു കൃത്യമായൊരു ചിത്രത്തിലേക്ക് കടക്കും. ഇപ്പോൾ പോലീസ് മൃതദേഹവുമായി ബന്ധപ്പെട്ട പോസ്റ്റ്മോർട്ടം നടപടികളുടെ തിരക്കിലാണ്. നമ്മൾ പോലീസിൽ ബന്ധപ്പെട്ടപ്പോഴും അവർ പറയുന്നത് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു തുടർ കാര്യങ്ങളിലേക്ക് നീങ്ങാൻ കഴിയൂ. നിലവിൽ ആത്മഹത്യ എന്ന ഒരു പ്രാഥമിക നിഗമനമുണ്ട്. പക്ഷേ ഈ കുട്ടിയെ ആത്മഹത്യയിലേക്ക് നയിച്ച സാഹചര്യം എന്താണ് എന്നതിനെക്കുറിച്ചാണ് പരിശോധിക്കേണ്ടിയിരിക്കുന്നത്. കൃത്യമായും ഈ സഹപാഠികളായ ആളുകൾ അല്ലെങ്കിൽ നാട്ടിലുള്ള മറ്റു സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർ അല്ലെങ്കിൽ കുടുംബത്തിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടായ കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിച്ച് വരികയാണ്. വൈകാതെ ഇത് സംബന്ധിച്ച ഒരു വ്യക്തത ലഭിക്കും. ഇപ്പോൾ ഒരു പ്രാഥമിക രീതിയിലുള്ള അന്വേഷണം ആണ് നടക്കുന്നത്. കാരണം എന്താണ് സംഭവിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുറച്ചുകൂടി വ്യക്തത കൈവരും. അതിനുശേഷമാവും ഒരു കൃത്യമായ നിഗമനത്തിലേക്ക് പോലീസ് എത്താൻ കഴിയൂ. ഈ ആത്മഹത്യാക്കുറിപ്പടക്കമുള്ള വിവരങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളും പോലീസ് വൈകാതെ പുറത്തു പറയും കേട്ടോ. യെസ്, MS അനീഷ് കുമാറാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഡിഗ്രി വിദ്യാർത്ഥിനിയാണ് വീടിനുള്ളിൽ ജീവനൊടുക്കിയത്. മുഖത്ത് അതോടൊപ്പം തലയിലും മുറിവേറ്റ പാടുകളുണ്ട്. അതിലാണ് ചില ദുരൂഹത സംശയിക്കുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം ഇക്കാര്യത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചെന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടാകും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.